ഹായ് ഓൾ, വെൽക്കം ടു അനിരുദ്ധ് ശങ്കർ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് തൃശ്ശൂർ സൂ വരെ ഒന്ന് പോയാലോ? ഇവിടെ സൺഡേ കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റാണുള്ളത്. മൺഡേ അവധിയാണ്. ഒരാൾക്ക് 20 റുപ്പീസ് ടിക്കറ്റും ആണ്. 3D ഷോകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഈ സൂ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1885-ലാണ്. ആദ്യം ഇവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് മോതിരത്തത്തെ കാണാം. 80 വയസ്സ് വരെ ആയുസ്സുണ്ട് ഇതിന്. കൂടുതലും കണ്ടുവരുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ്. ഈ വഴി നടന്നു വരുമ്പോൾ നമുക്ക് റിയ എന്ന പക്ഷിയെ കാണാം. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണിത്. 13 കൊല്ലം ആയുസ്സുണ്ട് ഇതിന്. പക്ഷികളുടെ തന്നെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ തൃശ്ശൂർ സൂ. അടുത്തത് നമുക്ക് കൂമനെ കാണാം. 15 കൊല്ലത്തെ ആയുസ്സുണ്ട് ഇതിന്. ഏഷ്യയിൽ കണ്ടുവരുന്നു പ്രധാനമായിട്ടും. പിന്നീട് നമുക്ക് ഓസ്ട്രിച്ചിനെ കാണാം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ കൃഷ്ണമൃഗങ്ങളെയും പന്നിമാനെയും ഒക്കെ കാണാം. ഇവ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പടവുകളൊക്കെ കയറി ചെല്ലുമ്പോൾ മനോഹരവും അത്ഭുതകരവുമായ ഒരു കാഴ്ച നമുക്ക് കാണാം. കൂട്ടം കൂട്ടമായി ഇരിക്കുന്ന മ്ലാവ് അല്ലെങ്കിൽ കലമാൻ ഓർ സാമ്പാർ ഡിയർ ആണ് ഇവ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാനാണ് ഇവ. എന്തൊരു ഭംഗിയല്ലേ ഇതിനെ കാണാൻ. അടുത്ത ആളാണ് ഹിപ്പോപ്പൊട്ടാമസ്. ആളൊരു അനക്കവുമില്ല, സുഖിച്ചങ്ങോട്ട് ഉറങ്ങാണ്. കുട്ടികളൊക്കെ വന്നിട്ട് ഓരോന്ന് ബഹളം വെച്ച് ആളെ എണിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു മൈൻഡുമില്ല. ഇനി നമുക്ക് പുള്ളിമാനുകളെ കാണാം. കൂട്ടം കൂട്ടമായിരിക്കുന്ന പുള്ളിമാൻ. അവ വലിപ്പത്തിൽ ചെറുതാണ് സാമ്പാർ ഡിയറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇനി ഒരു സെൽഫി വിത്ത് പുള്ളിമാനാകാം. ഇനിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ വരയൻ പുലി വരുന്നത്. എന്താ ഗാംഭീര്യമില്ല അതിനെ കാണാൻ. എന്തോ കാര്യമായ ആലോചനയിലാണ് പുള്ളി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പുലിമുരുകൻ സിനിമയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇതിന് ഇത്ര ക്ലോസ് കോണ്ടാക്റ്റിൽ കാണുന്നത്. TV-യിലും സിനിമയിലൊക്കെ കണ്ടിരുന്നല്ലാണ്ട്. അടുത്ത ആൾ നമ്മുടെ പുള്ളിപ്പുലി. ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ കൂടുതലുമായി കണ്ടുവരുന്ന ഒരു മൃഗമാണിത്. വരയൻപുലിയുടെ ഒക്കെ ഒരു അനിയനാണെന്ന് തോന്നുന്നു. ഇനിയാണ് നമ്മുടെ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യനെ കാണാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം പീക്കോക്ക്. കൂട്ടം കൂട്ടമായിട്ട് ഇവിടെ ഉണ്ട്, ഒരു 4 എണ്ണം. അതാ ഇവിടെ കുറച്ച് കുരങ്ങന്മാരെ കാണാട്ടാ. അവർ എന്തൊക്കെയോ കുസൃതി ഒപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡൈനോസർ. അതോടുകൂടി പൂർണ്ണമായി. മൊത്തം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയ മാതിരി. അപ്പോൾ ഇതൊക്കെയാണ് ഈ സൂവിൽ നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആകുന്നത് വരെ കാത്തിരിക്കാം. സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.